വർഷവും തലപ്പാവിൽ വിസ്മയം കാണിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഈ വർഷത്തെ തലപ്പാവും ഏറെ ശ്രദ്ധ നേടുകയാണ്. ചെങ്കോട്ടയിലെ ചുവപ്പൻ വിസ്മയം ഇത്തവണയും പ്രധാനമന്ത്രിയുടെ ഫാഷനിൽ ഞെട്ടിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ ചെങ്കോട്ടയിൽ തന്റെ 13ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് സവിശേഷമായ ഫാഷൻ ശൈലിയോടെയാണ്. രാജ്യത്തിന്റെ പരമ്പരാഗത വസ്ത്രധാരണ രീതികളെയും തദ്ദേശീയമായ നെയ്ത്ത് പാരമ്പര്യത്തെയും ലോകവേദിയിൽ വീണ്ടും അടയാളപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വരവ്. വർഷങ്ങളായി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ധരിക്കുന്ന തലപ്പാവും വസ്ത്രങ്ങളും വലിയ രീതിയിൽ പൊതുശ്രദ്ധ നേടാറുണ്ട്. ഇത്തവണയും ചുവപ്പ് നിറത്തിലുള്ള ടൈ ആൻഡ് ഡൈ തലപ്പാവാണ് പ്രധാനമന്ത്രി തന്റെ വസ്ത്രധാരണത്തിന്റെ പ്രധാന ആകർഷണമാക്കി മാറ്റിയത്. രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും സമ്പന്നമായ പരമ്പരാഗത ശൈലിയോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നതായിരുന്നു ഈ ഹെഡ് ഗിയർ. വെള്ളക്കുർത്തയും ചോക്ലേറ്റ് ബ്രൗൺ നിറത്തിലുള്ള വെസ്റ്റ് കോട്ടുമാണ് ഇതിനൊപ്പം അദ്ദേഹം അണിഞ്ഞിരുന്നത്. ഇതിനു പുറമെ ദേശീയ പതാകയിലെ ത്രിവർണ്ണങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാവി, വെള്ള, പച്ച നിറങ്ങളിലുള്ള പോക്കറ്റ് സ്ക്വയറുകൾ അദ്ദേഹത്തിന്റെ വേഷത്തിൽ കൂടുതൽ തിളക്കം നൽകി. സാധാരണ രാഷ്ട്രീയ നേതാക്കളുടെ വസ്ത്രധാരണ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ വിളിച്ചോതുന്ന വേഷവിധാനങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. രാജസ്ഥാന്റെയും ഗുജറാത്തിന്റെയും തനതായ തയ്യൽ ഡൈയിങ് തുണിത്തരക്കലയായ ബന്ദേജ് അഥവാ ബന്ദഹാനി ശൈലിയിലാണ് ഇത്തവണത്തെ തലപ്പാവ് തയ്യാറാക്കിയിരിക്കുന്നത്. വ്യത്യസ്ത നിറങ്ങളിൽ തുണി മുക്കുന്നതിന് മുൻപ് അതിന്റെ ചെറിയ ഭാഗങ്ങൾ പ്രത്യേക നൂലുകൾ ഉപയോഗിച്ച് കൃത്യമായി കെട്ടിവെക്കുന്നതാണ് ഈ നിർമ്മാണ രീതിയുടെ അടിസ്ഥാനം. ഇങ്ങനെ കെട്ടിവെച്ച ഭാഗങ്ങളിൽ നിറം പിടിക്കില്ല എന്നതിനാൽ പിന്നീട് നൂലുകൾ അഴിച്ചു മാറ്റുമ്പോൾ തുണിയിൽ അതിമനോഹരമായ പുള്ളികളും ആകർഷകമായ പാറ്റേണുകളും തെളിഞ്ഞു വരുന്നു. പരമ്പരാഗത ബന്ദേജ് ഡിസൈനുകൾ ചുവപ്പ്, മഞ്ഞ, പച്ച, നീല, കാവി തുടങ്ങിയ ഊർജ്ജസ്വല നിറങ്ങളാണ് പരമ്പരാഗതമായി പ്രധാനമായും ഉപയോഗിക്കാറുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി സ്വാതന്ത്ര്യദിന പ്രസംഗ വേളകളിൽ പ്രധാനമന്ത്രി ധരിക്കുന്ന തലപ്പാവിനും വസ്ത്രധാരണത്തിനും വലിയൊരു ചരിത്രമുണ്ട്. ഓരോ വർഷവും വ്യത്യസ്തമായ ഡിസൈനുകളിലുള്ള തലപ്പാവുകൾ ധരിക്കുന്നത് മോദിയുടെ സ്ഥിരം ശൈലിയായി മാറിയിരിക്കുന്നു. 2025 നടന്ന 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ തികച്ചും കാവി നിറത്തിലുള്ള തലപ്പാവും വെള്ളക്കുർത്ത, ചുരിദാർ സെറ്റും കാവി ബംഗള ജാക്കറ്റും ത്രിവർണ്ണ സ്റ്റോളുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. എന്നാൽ 2024 ഇതിൽ നിന്നും മാറി വെള്ളക്കുർത്ത, ചുരിദാറിനൊപ്പം ഇളം നീല ബദ്ഗള ജാക്കറ്റും ഒപ്പം രാജസ്ഥാനി ലഹരിയ പ്രിന്റ് തലപ്പാവുമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ 2023 സ്വാതന്ത്ര്യദിനത്തിൽ മഞ്ഞ, പച്ച, ചുവപ്പ് നിറങ്ങൾ സംയോജിച്ച മനോഹരമായ ബന്ദഹാനി പ്രിന്റ് തലപ്പാവും കറുത്ത വീനെക് ജാക്കറ്റുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. 2022 ഘർ ഘർ തിരംഗ് ക്യാമ്പയിന്റെ ഭാഗമായി ചുവപ്പ് രൂപങ്ങളും നീളുന്ന വാലുമുള്ള കാവി തലപ്പാവും നീല ജാക്കറ്റും അദ്ദേഹം അണിഞ്ഞിരുന്നു. കോവിഡ് മഹാമാരിയുടെ ആശങ്ക നിലനിന്നിരുന്ന 2020 കാവിക്കരയുള്ള വെള്ള സ്കാർഫ് മുഖത്ത് ധരിച്ചുകൊണ്ട് വ്യത്യസ്തത പുലർത്തി. ആ സ്കാർഫ് തന്നെയാണ് അദ്ദേഹം മാസ്കായും ഉപയോഗിച്ചത്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ 2019 ഓറഞ്ചും പച്ചയും കലർന്ന രാജസ്ഥാനി ശൈലിയിലുള്ള തലപ്പാവും 2018 റെഡ് കാവി തലപ്പാവും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അതുപോലെ 2017 മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറങ്ങൾ ഒരേ സമയം ചേർന്ന തലപ്പാവും 2016 നീളമുള്ള വാലോടുകൂടിയ പിങ്ക്, മഞ്ഞ, ഓറഞ്ച് ടൈ ആൻഡ് ഡൈ തലപ്പാവുമാണ് മോദി അണിഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷമുള്ള തന്റെ ആദ്യ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പച്ച നിറത്തിലുള്ള നീളമുള്ള വാലോട് കൂടിയ തിളക്കമുള്ള ചുവപ്പ് ജോധ്പൂരി ബന്ദേജ് സഫയാണ് മോദി അഭിമാനത്തോടെ തിരഞ്ഞെടുത്തത്. തുടർന്ന് 2015 ചുവപ്പ്, പച്ച, പിങ്ക് നിറങ്ങൾ അതിമനോഹരമായി അറ്റാച്ച് ചെയ്ത മഞ്ഞ തലപ്പാവിനൊപ്പം ത്രിവർണ്ണ പോക്കറ്റ് സ്ക്വയറും അദ്ദേഹം അണിഞ്ഞിരുന്നു. ഫാഷൻ ലോകത്തും കരകൗശല വിദഗ്ധർക്കിടയിലും പ്രധാനമന്ത്രിയുടെ വസ്ത്രധാരണ ശൈലി വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കാറുള്ളത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇന്ത്യയുടെ തദ്ദേശീയ നെയ്ത്ത് പാരമ്പര്യത്തെയും കൈത്തറി തൊഴിലുകളെയും ആഗോളതലത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്നതിനാണ് അദ്ദേഹം ഇത്തരം വേഷങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നത്. വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന് അടിവരയിട്ടുകൊണ്ട് ഇന്ത്യൻ ഗ്രാമീണ മേഖലയിലെയും നഗരങ്ങളിലെയും സാധാരണക്കാരായ നെയ്ത്തുകാരുടെ അധ്വാനത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ചെങ്കോട്ടയിലെ ഈ തലപ്പാവുകളിലൂടെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം സാംസ്കാരികമായ ഒരു ഒത്തുചേരലായി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെ മാറ്റാൻ ഈ വസ്ത്രധാരണ രീതികൾ സഹായിക്കുന്നുവെന്ന് ഫാഷൻ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഓരോ തലപ്പാവിനും പിന്നിൽ അതത് പ്രദേശങ്ങളുടെ സംസ്കാരവും കാലാവസ്ഥയും പ്രകൃതി ഭംഗിയുമെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. രാജസ്ഥാനിലെ മരുഭൂമിയിലെ കാറ്റിന്റെ ചലനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ലഹരിയ പ്രിന്റുകളും ഗുജറാത്തിലെ സങ്കീർണമായ ബന്ദേജ് ഡിസൈനുകളും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക തനിമയാണ് വെളിപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ 13ാം തവണയും ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത നരേന്ദ്രമോദി തന്റെ വാക്കുകൾക്കൊപ്പം തന്നെ തന്റെ വേഷവിധാനത്തിലൂടെയും രാജ്യത്തിന് പുതിയൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. വരും വർഷങ്ങളിലും അദ്ദേഹത്തിന്റെ ഈ ഫാഷൻ പാരമ്പര്യം വലിയ രീതിയിലുള്ള കൗതുകത്തോടെയും ആകാംക്ഷയോടെയുമാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.